ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ ഗിൽറ്റ് ചൂണ്ട എന്ന് പറഞ്ഞ സംഭവം ഇവിടെ ഇടുന്നത്. അപ്പോൾ ഇതാണ് ഗിൽറ്റ് ചൂണ്ട. ഇതിനകത്ത് 55 കൊളുത്തുണ്ട്. ഈ ചൂണ്ട ഞാൻ വെണ്ടുരുത്തിപ്പാലത്ത് ചൂണ്ടിടാൻ പോകുന്ന സമയത്ത് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അന്ന് ഞാൻ അവിടെ ഈ ഗിൽറ്റ് ചൂണ്ട എന്ന് പറഞ്ഞ ഇത് ഇറക്കുമ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. അത് ഞാൻ കുറേ നാളായിട്ട്, ഇപ്പോൾ ഒരു 1.5 വർഷം അധികമായിട്ട് എൻ്റെ വീട്ടിൽ ഇത് വെറുതെ ഇവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ നോക്കുന്നത് ഇടാമെന്നും പറഞ്ഞ് കൊണ്ടുവന്നതാണ്. അപ്പോൾ കൊളുത്തിലൊക്കെ കുറച്ച് തുരുമ്പൊക്കെ കയറിയിട്ടുണ്ട്. എങ്കിലും നമുക്കിത് ഇവിടെ ട്രൈ ചെയ്ത് നോക്കാം. സംഭവം നമ്മുടെ സഭയ്ക്ക് നമ്മൾ മാക്സിമം 15 കുളത്തൊക്കെ ഇടുകയുള്ളൂ. അത് നമ്മൾ അധികം ലോങ്ങിൽ വിടില്ല. ഇത് നമ്മൾ നല്ല ലോങ്ങിൽ വിടും. ഇതിൽ കൊളുത്തുകളും അധികം ഉണ്ടാവും. മിനിമം 30 കൊളുത്തുണ്ടാവും. 30 മേലിലേക്കാണ് നമ്മളെപ്പോഴും കൊളുത്ത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് 55 കൊളുത്ത് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഗിൽറ്റ് ചൂണ്ട ഇടുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പായൽ പോലെയുള്ള കച്ചറയൊക്കെ വരുന്ന സമയത്ത് ഒരിക്കലും ഇറക്കി വിടരുത് കേട്ടോ. കാര്യം അതൊക്കെ ഉടങ്ങിക്കഴിഞ്ഞാൽ അത് വലിച്ചെടുക്കുക വലിയ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് നല്ല ലോങ്ങിൽ ഇടേണ്ടതാണേ. ഇപ്പോൾ ആ കാണുന്ന ദൂരത്തിൽ നമുക്ക് ചൂണ്ട വിടണം. അപ്പോൾ അതിനുള്ള ലൈനും വേണം കേട്ടോ. നമുക്ക് ഇതിനകത്ത് ഒരു 1/2 കിലോ അധികം ലൈനുണ്ട്. അപ്പോൾ ഇത് മുഴുവൻ ഇറക്കി വിടാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മീൻ അടി കിട്ടും. കാര്യം നല്ല ആക്ടിവിറ്റിയുള്ള സ്ഥലമാണ് ആ ഭാഗം. അടി കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് മീൻ അടിച്ചു കേട്ടാ. നമ്മുടെ 55 കൊടുത്തുള്ള ചൂണ്ടയാണ്. അപ്പോൾ ഇത് പായലൊടി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ പായൽ കുറേശ്ശെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചങ്ങോട്ട് നീങ്ങി വലിച്ചെടുക്കാം. 55 കൊടുത്തുള്ളത് കൊണ്ട് തന്നെ പായലെടുക്കാൻ സാധ്യതയും കൂടുതലാണ്. അത്ര അധികം ലോഡൊന്നും ഇല്ല. അപ്പം മീനിൻ്റെ കാര്യമൊക്കെ പറയാൻ പറ്റില്ല. എത്ര മീനുണ്ടെന്നൊന്നും ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. മീൻ അടുത്ത് വന്നാൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ചുള്ള ധാരണ കിട്ടുള്ളൂ. അതേപോലെ ഈ ഗിൽറ്റ് ചൂണ്ട നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ മീൻ അടിച്ചിട്ട് നിങ്ങൾ വലിച്ചു കൊണ്ട് വരുമ്പോൾ നിങ്ങളൊരു കൺട്രോളിൽ വേണം വലിച്ചുകൊണ്ട് വരാനായിട്ട്. പെട്ടെന്ന് ഇങ്ങനെ സ്പീഡിൽ വലിക്കരുത്. സ്പീഡിൽ വലിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മീൻ കിടന്ന് കറങ്ങും. അടിച്ചിരുന്ന മീൻ കിടന്ന് കറങ്ങി ടാങ്കീസ് എല്ലാം കൂടി പിരിഞ്ഞ് പൊട്ടിപ്പോകാൻ സാധ്യത കൂടുതലാണ്. അതിൻ്റെ ചുണ്ടൊക്കെ കീറി അങ്ങനെ വിട്ടുപോകാം. അപ്പോൾ ഒരു കൺട്രോളിൽ വേണം നമ്മളത് വലിച്ചെടുപ്പിക്കാനായിട്ട്. മീൻ പൊങ്ങിയിട്ടോ. 3-4 മീനുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഫ്രണ്ടിൽ മീൻ കാണുന്നുണ്ട്. ഇനി പുറകിലേക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. ഏതായാലും അടുത്ത് വരട്ടെ. വായില് guys. സംഗതി നമ്മൾ ഫസ്റ്റ് ഇറക്കാണ് നമ്മുടെ ഗിൽറ്റ് ചൂണ്ട. ഞാനിത് വെണ്ടുരുത്തിപ്പാലത്ത് ഇടുന്ന ചൂണ്ടയായിരുന്നു. ഞാനത് മാറ്റി വെച്ചിരിക്കുകയാണ്.
കുളത്തിലൊക്കെ തുരുമ്പ് കയറി എങ്കിലും ഇവിടെ കൊടുന്ന് ഇറക്കിയതാണ്. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾക്ക് 6 വറ്റ കിട്ടി കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.